കേന്ദ്ര സർക്കാരിന്റെ നാഷണൽ മെഡിക്കൽ ബില്ലിനെതിരെ രാജ്യവ്യാപകമായി ഒപി ബഹിഷ്കരിച്ച് ഡോക്ടർമാരുടെ പ്രതിഷേധം. വൈകിട്ട് 6 മണി വരെ നോ NMC ഡേ ആചരിക്കാനാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ തീരുമാനം. കേരളത്തിലും ഡോക്ടർമാർ കരിദിനം ആചരിക്കുന്നു. അത്യാഹിത വിഭാഗങ്ങളെ ഒഴിവാക്കിയാണ് പ്രതിഷേധം. കൂടുതൽ വിവരങ്ങളുമായി ഷീജ ചേരുന്നു. ഷീജ, എന്തൊക്കെ ആവശ്യങ്ങളാണ് ഡോക്ടർമാർ മുന്നോട്ട് വയ്ക്കുന്നത്? നേരത്തെ തന്നെ നാഷണൽ മെഡിക്കൽ ബില്ലിനെതിരെ വലിയ തോതിൽ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും പ്രതിഷേധം ഉയർന്നിരുന്നു. ഇതിന്റെ ഭാഗമായി വലിയ പ്രതിഷേധങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിലാണ് അവർ പാർലമെന്റിൽ ഇത് സംബന്ധിച്ചുള്ള കാര്യം പരിഗണിക്കാമെന്ന് കേന്ദ്ര സർക്കാർ ഉറപ്പ് നൽകിയത്. എന്നാൽ ഈ ഉറപ്പും പാലിക്കപ്പെടാത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഡോക്ടർ IMAയുടെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി അവർ സമരത്തിലേക്ക് കടന്നിരിക്കുന്നത്. ഇന്നിപ്പോൾ രാവിലെ 6 മുതൽ അവരുടെ സമരം ആരംഭിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തും ഇതിന്റെ ഭാഗമായി രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ നോ NMC ഡേ ആയിട്ടാണ് അവർ ആചരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഡോക്ടർമാർ OP ബഹിഷ്കരിക്കുകയാണ്. അത്യാഹിത വിഭാഗം, കിടത്തി ചികിത്സ, ഇന്റൻസീവ് കെയർ യൂണിറ്റുകൾ, ഒപ്പം തന്നെ ലേബർ റൂം, അടിയന്തര ശസ്ത്രക്രിയ എന്നിവ ഒഴിവാക്കിക്കൊണ്ടാണ് നിലവിൽ അവരുടെ OP ബഹിഷ്കരണം എന്ന് പറയുന്നത്. ഇതിൽ അവർ പ്രധാനമായും ഉന്നയിക്കുന്നത് നാഷണൽ മെഡിക്കൽ ബിൽ നടപ്പാക്കുന്നതോടെ ജനാധിപത്യപരമായ പ്രാതിനിധ്യമുണ്ടായിരുന്ന ഭരണനിർവാഹക സമിതിയെ അത് പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് സർക്കാർ നാമനിർദ്ദേശം ചെയ്യുന്ന അംഗങ്ങളെ മാത്രമാണ് ഇതിനുള്ളിൽ ഉൾപ്പെടുത്തുന്നത്. ഇത് വലിയ തോതിൽ ഈ മേഖലയെ തകർക്കും എന്നാണ് അവർ പറയുന്നത്. ഒപ്പം തന്നെ ബ്രിഡ്ജ് കോഴ്സുകൾ വഴി വ്യാജ വൈദ്യന്മാരെ സൃഷ്ടിക്കാനുള്ള നടപടിയും രാജ്യത്തിന്റെ ആരോഗ്യ മേഖലയ്ക്ക് വൻ തിരിച്ചടിയാകും എന്നാണ് അവർ പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നും സർക്കാർ പിൻവാങ്ങിയില്ലെങ്കിൽ കൂടുതൽ സമര പരിപാടികളിലേക്ക് കടക്കാനാണ് നിലവിൽ ഇപ്പോൾ ഇവർ തീരുമാനിച്ചിട്ടുള്ളത്. ഏതായാലും സമരം ആശുപത്രികളെ ബാധിച്ചിട്ടുണ്ട്. എത്തിയിട്ടുള്ള രോഗികളെ, കാരണം പലയിടത്തുനിന്നായി ദൂര സ്ഥലങ്ങളിൽ നിന്ന് ഉൾപ്പെടെയാണ് രോഗികൾ ആശുപത്രികളിലേക്ക് എത്തുന്നത്. ഇവരെല്ലാം സാരമായി സമരം ബാധിച്ചിട്ടുണ്ട്. ശരി ഷീജ. കേന്ദ്ര സർക്കാരിന്റെ നാഷണൽ മെഡിക്കൽ ബില്ലിനെതിരെ രാജ്യവ്യാപകമായി OP ബഹിഷ്കരിച്ച് ഡോക്ടർമാരുടെ പ്രതിഷേധം. വിവരങ്ങളാണ് ഷീജ നൽകിയത്. സോഷ്യൽ മീഡിയ വഴി ഹനാനെ ആക്ഷേപിച്ച സംഭവത്തിൽ ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വയനാട് സ്വദേശി നൂർദീൻ ഷെയ്ഖിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ഇയാൾക്കെതിരെ പോലീസ് ഇന്നലെ കേസെടുത്തിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഉമേഷ് ചേരുന്നു. ഉമേഷ്, വിശദാംശങ്ങൾ. ഹനാനെതിരെ സോഷ്യൽ മീഡിയയിലൂടെ ആദ്യം അപവാദം പ്രചരിപ്പിച്ച നൂർദീൻ ഷെയ്ഖിനെതിരെ ഇന്നലെയാണ് പാലാരിവട്ടം പോലീസ് കേസെടുത്തിരുന്നത്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ഇയാൾക്കെതിരെ കേസെടുത്തത്. ഇയാളെ ഇന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇയാളുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. പഠനം മുൻപോട്ട് കൊണ്ടുപോകാനും കുടുംബം പുലർത്താനുമായി കൊച്ചി തമ്മനത്ത് മീൻ വിൽപ്പന നടത്തിവന്ന ഹനാന്റെ ജീവിതം വാർത്തയായതിനു പിറകെ നിരവധി പേരാണ് അപവാദ പ്രചരണവുമായി രംഗത്തിറങ്ങിയത്. സോഷ്യൽ മീഡിയയിലും മറ്റും ഹനാനെതിരെ വലിയ തരത്തിലുള്ള അപവാദ പ്രചാരണങ്ങളായിരുന്നു നടത്തി വന്നത്. ഇതേ തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വിഷയത്തിൽ ഇടപെട്ടു. പെൺകുട്ടിക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. പണിയെടുത്ത് സ്വന്തം കാലിൽ നിൽക്കുന്ന ഹനാനെ ഓർത്ത് അഭിമാനമാണ് ഉള്ളത് എന്ന് മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിക്കുകയും ചെയ്തിരുന്നു. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഹനാനെ ആക്ഷേപിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ മുഖ്യമന്ത്രി DGPക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. ഇതേ തുടർന്നാണ് പോലീസ് ഇന്നലെ തന്നെ നടപടി തുടങ്ങിയത്. പെൺകുട്ടിയെ അപമാനിച്ച് ആദ്യം വീഡിയോ ലൈവുമായി വന്ന വയനാട് സ്വദേശി നൂർദീൻ ഷെയ്ഖിനെതിരെ പാലാരിവട്ടം പോലീസ് ഇന്നലെ തന്നെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് ഇന്ന് ഇയാളെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇയാളുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. തുടർന്ന് കോടതിയിൽ ഹാജരാക്കുന്ന നടപടികളിലേക്ക് കടക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഈ നൂർദീൻ ഷെയ്ഖിന്റെ ഈ വീഡിയോ ഷെയർ ചെയ്തവർക്കെതിരെയും നടപടി ഉണ്ടാകും. ഉമേഷ്, മുഖ്യമന്ത്രി പറഞ്ഞതനുസരിച്ച് ഇന്ന് കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടായേക്കുമോ? കൂടുതൽ പേർക്കെതിരെ കേസെടുക്കാനുള്ള തീരുമാനം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ട്. ഒരുപക്ഷെ ഇന്ന് തന്നെ കൂടുതൽ പേരെ കസ്റ്റഡിയിലെടുക്കാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാവില്ല. കാരണം മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം അനുസരിച്ചതുകൊണ്ട് തന്നെ വളരെ ഊർജിതമായി തന്നെയാണ് ഈ കേസിൽ അന്വേഷണം പുരോഗമിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ പോലീസ് നടപടി സ്വീകരിച്ചു വരുന്നതുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ ഇത്തരത്തിലൊരു നിർദ്ദേശം വന്ന ഉടൻ തന്നെ പോലീസ് വളരെ പെട്ടെന്ന് തന്നെ നടപടി സ്വീകരിക്കുകയും നൂർദീൻ ഷെയ്ഖിനെ കസ്റ്റഡിയിലെടുക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ കർശന നടപടി വേണമെന്നുള്ളത് കൊണ്ട് തന്നെ കൂടുതൽ പേരെ ഇന്ന് കസ്റ്റഡിയിലെടുക്കുകയും ഒരുപക്ഷെ അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള സാധ്യത തന്നെയാണുള്ളത്. നൂർദീൻ ഷെയ്ഖിനെതിരെ ഏതൊക്കെ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്? പ്രധാനമായും സൈബർ ഗുണ്ടായിസത്തിന് എതിരെ ചുമത്തുന്ന വകുപ്പുകളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. IT ആക്ട് പ്രകാരമാണ് പ്രധാനമായും കേസെടുത്തിരിക്കുന്നത്. ജാമ്യമില്ലാ വകുപ്പാണ് നൂർദീൻ ഷെയ്ഖിനെതിരെ ചുമത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ശക്തമായ നടപടികൾ തന്നെയാണ് ഇയാൾക്കെതിരെ പോലീസ് സ്വീകരിച്ചു വരുന്നത്. ഇതുകൂടാതെ ഇയാളുടെ പോസ്റ്റ് ഷെയർ ചെയ്തവർക്കെതിരെയും കൂടാതെ മറ്റ് തരത്തിൽ ഈ പെൺകുട്ടിക്കെതിരെ അപവാദം ചൊരിഞ്ഞവരെയും എല്ലാം തന്നെ പോലീസ് ഇതേ വകുപ്പ് തന്നെ ചുമത്താനുള്ള സാധ്യത തന്നെയാണുള്ളത്.
ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. കണ്ണൂർ വിമാനത്താവളം തുറക്കുന്നതിന് മുന്നോടിയായുള്ള നിർണായക പരിശോധനകൾ പൂർത്തിയായി. ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റിയുടെയും എയർപോർട്ട് ഇക്കണോമിക് റെഗുലേറ്ററി അതോറിറ്റിയുടെയും പരിശോധനകളാണ് പൂർത്തിയായത്. വിമാനത്താവളത്തിന്റെ മിനുക്കുപണികൾ ഉടൻ പൂർത്തീകരിക്കും. സെപ്റ്റംബറിൽ ഉദ്ഘാടനത്തിനായി ഒരുങ്ങുന്ന കണ്ണൂർ വിമാനത്താവളത്തിന് ലൈസൻസ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട നിർണായക പരിശോധനകളാണ് പൂർത്തിയായത്. വിമാനത്താവളത്തിന്റെ സുരക്ഷാ പരിശോധന ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ RK സേനാപതിയുടെ നേതൃത്വത്തിലുള്ള സംഘം നടത്തി. അതീവ സുരക്ഷ വേണ്ട പ്രധാന മേഖലകൾ സംഘം പരിശോധിച്ചു. വിമാനത്താവളത്തിന്റെ പ്രവേശന കവാടം, ജീവനക്കാർക്ക് പ്രവേശിക്കാനുള്ള കവാടം, റൺവേയിലേക്ക് പ്രവേശിക്കുന്ന ഭാഗം തുടങ്ങിയ മേഖലകളിലെ സുരക്ഷാ പരിശോധനയാണ് പൂർത്തിയായത്. എയർപോർട്ട് ഇക്കണോമിക് റെഗുലേറ്ററി അതോറിറ്റിയുടെ ഉന്നതതല സംഘവും വിമാനത്താവളം സന്ദർശിച്ചു. സർവീസ് നടത്തുന്ന വിമാനങ്ങൾക്ക് വിമാനത്താവളത്തിന് നൽകേണ്ട സർവീസ് ചാർജ് നിരക്ക് നിശ്ചയിക്കുന്നതിനാണ് സന്ദർശനം. അതേസമയം വിമാനത്താവളത്തിന്റെ മിനുക്കുപണികൾ ഉടൻ പൂർത്തിയാകും. സെപ്റ്റംബറിൽ തന്നെ ഉദ്ഘാടനം നടത്തുക ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. അഭിമന്യു വധക്കേസിൽ കൊലയാളികളുടെ ഒളിത്താവളത്തെക്കുറിച്ച് നിർണായക വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചു. കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ അക്രമത്തിന്റെ സൂത്രധാരൻ മുഹമ്മദ് റഫിയെ ചോദ്യം ചെയ്തപ്പോഴാണ് മുഖ്യപ്രതികളുടെ ഒളിത്താവളത്തെക്കുറിച്ച് വിവരം ലഭിച്ചത്. ഇവരെ ഉടൻ വലയിലാക്കണമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. ഇന്നലെ അറസ്റ്റ് ചെയ്ത മുഹമ്മദ് റഫിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. അതേസമയം മറ്റു പ്രതികളായ JI മുഹമ്മദ്, ഷാനവാസ് എന്നിവരുടെ പോലീസ് കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുന്നതിനാൽ ഇവരെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കൊങ്ങിണി എഴുത്തുകാരനും സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവുമായ ദാമോദർ മൌസോക്കിന് വലതുപക്ഷ സംഘടനകളിൽ നിന്നും വധഭീഷണി. കർണാടക പോലീസിന്റെ മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ ഗോവൻ പോലീസ് മൌസോയുടെ സുരക്ഷ ശക്തമാക്കി. എന്നാൽ ഇതുവരെ സ്വീകരിച്ച നിലപാടുകളിൽ മാറ്റമില്ലെന്നും എഴുത്തു തുടരുമെന്നുമായിരുന്നു മൌസോയുടെ പ്രതികരണം. സംഘപരിവാറിനെതിരെ നിരന്തരം ശബ്ദിച്ച മാധ്യമപ്രവർത്തക ഗൗരി ലങ്കേഷിനെ വധിച്ച സംഘം ദാമോദർ മൌസോക്കെതിരെ തിരിഞ്ഞിട്ടുണ്ടെന്നാണ് കർണാടക പോലീസിന്റെ മുന്നറിയിപ്പ്. ഗൗരി ലങ്കേഷ് വധക്കേസിലെ പ്രതികളെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഇക്കാര്യം മനസ്സിലായതെന്നും പോലീസ് പറയുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഗോവൻ പോലീസ് മൌസോക്കിന്റെ സുരക്ഷ ശക്തമാക്കി. സനാതൻ സൻസ്ഥ എന്ന വലതുപക്ഷ സംഘടനയ്ക്കെതിരെ പ്രതികരിച്ചതിനാണ് തനിക്ക് വധഭീഷണിയുണ്ടായതെന്ന് ദാമോദർ മൌസോക്ക് ഒരു ദേശീയ മാധ്യമത്തോട് പറഞ്ഞു. കഴിഞ്ഞ 6 വർഷമായി ഈ സംഘടനയുടെ നിലപാടുകൾക്കെതിരെയും വലതുപക്ഷ തീവ്രവാദത്തിനെതിരെയും ശക്തമായി പ്രതികരിക്കുന്നുണ്ട്. വധഭീഷണിയുടെ അടിസ്ഥാനത്തിൽ നിലപാടുകൾ മാറ്റില്ലെന്നും എഴുത്തു തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 1983 കാർമെലിൻ എന്ന നോവലിനാണ് മൌസോക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത്. ഗൗരി ലങ്കേഷിന് പുറമെ ഹിന്ദുത്വ തീവ്രവാദത്തിനെതിരെ നിലപാടെടുത്ത നരേന്ദ്ര ദബോൽക്കർ, ഗോവിന്ദ് പൻസാരെ, കൽബുർഗി എന്നിവരും കൊല്ലപ്പെട്ടിരുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഇടുക്കി അണക്കെട്ട് തുറക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ടായാൽ സ്വീകരിക്കേണ്ട മുന്നൊരുക്കങ്ങൾ സംബന്ധിച്ച് തീരുമാനങ്ങൾ ചർച്ച ചെയ്യുന്നതിന് ഇന്ന് ഉച്ചയ്ക്ക് 12-ന് കളക്ടറേറ്റിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും യോഗം ചേരും. 2392.62 അടിയാണ് ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ്. 2403 അടിയാണ് പരമാവധി സംഭരണ ശേഷിയെങ്കിലും ജലനിരപ്പ് 2400 എത്തിയാൽ അണക്കെട്ട് തുറന്നുവിടും. അണക്കെട്ട് തുറന്നുവിടേണ്ട സാഹചര്യമുണ്ടായാൽ ഡാം സേഫ്റ്റി അതോറിറ്റിയുടെയും ജില്ലാ ഭരണകൂടത്തിന്റെയും നേതൃത്വത്തിൽ സ്വീകരിക്കേണ്ട നടപടികൾ സംബന്ധിച്ച് മുഖ്യമന്ത്രി മുതിർന്ന റവന്യൂ KSEB ഉദ്യോഗസ്ഥരുമായി വീഡിയോ കോൺഫറൻസ് വഴി സ്ഥിതിഗതികൾ ഇന്നലെ വിലയിരുത്തിയിരുന്നു. കവി പ്രഭാവർമ്മയ്ക്കെതിരായ സംഘപരിവാർ ഭീഷണിക്കെതിരെ പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ പ്രതിഷേധം. സമകാലികം എന്നു പേരിട്ട സംവാദ പരിപാടി സന്ദീപ് ആനന്ദഗിരി ഉദ്ഘാടനം ചെയ്തു. കലാകൗമുദിയിൽ പ്രസിദ്ധീകരിച്ച കവി പ്രഭാവർമ്മയുടെ ലേഖനത്തിനെതിരെ സംഘപരിവാർ അനുകൂലി ഉയർത്തിയ ഭീഷണിക്കെതിരെയാണ് പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചത്. തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച സമകാലികമെന്ന് പേരിട്ട സംവാദ പരിപാടി സന്ദീപ് ആനന്ദഗിരി ഉദ്ഘാടനം ചെയ്തു. ഭഗത് സിംഗ് പറഞ്ഞിട്ടുള്ള ഒരു വാക്യമുണ്ട്, നിങ്ങൾക്കെൻ്റെ ശരീരത്തെ തൂക്കിലേറ്റാം, നിങ്ങൾക്കെൻ്റെ ശരീരത്തെ തടവറയിൽ പാർപ്പിക്കാം, പക്ഷെ എൻ്റെ ചിന്തകളെ നിങ്ങൾക്ക് ഒക്കുകയില്ല. കാരണം അത് പുറത്ത് ജനിച്ചു കഴിഞ്ഞു, വളർന്നുകൊണ്ടിരിക്കും. അതുപോലെ നമുക്കും പറയാം, നമുക്ക് ഭഗത് സിംഗ് ആവാൻ താല്പര്യമുണ്ട്, സത്നാം സിംഗിനെ പോലെയല്ല. ഇത്രയും പറഞ്ഞാണ് നമ്മൾ അവസാനിപ്പിച്ചിട്ടുള്ളത്. ഇവിടെയും നമ്മൾ അത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഇതിനെ നിറഞ്ഞ സന്തോഷത്തോടുകൂടി ഉദ്ഘാടനം ചെയ്യുന്നു. ദൈവദശകം ഗീത സന്ദീപാനന്ദഗിരി എന്ന ലേഖനത്തെ മുൻനിർത്തിയുള്ള ചർച്ചയും യോഗത്തിൽ നടന്നു. കവി പ്രഭാവർമ്മ അടക്കമുള്ളവർ ചർച്ചയിൽ പങ്കാളികളായി.
പുരോഗമന കലാസാഹിത്യ സംഘം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കുട്ടനാട്ടിലെ പ്രളയബാധിത കെടുതികളുടെ അവലോകന യോഗം ഇന്ന് തിരുവനന്തപുരത്ത് നടക്കുമെന്ന് മന്ത്രി തോമസ് ഐസക്. നാശനഷ്ടം സംഭവിച്ചവർക്കുള്ള നഷ്ടപരിഹാരം നൽകുന്നത് സംബന്ധിച്ച് യോഗം തീരുമാനിക്കും. ജില്ലയിലെ പ്രളയബാധിത പ്രദേശങ്ങളിൽ വെള്ളമിറങ്ങുന്ന മുറയ്ക്ക് വൃത്തിയാക്കൽ പ്രവൃത്തികൾ അടിയന്തരമായി നടത്തണമെന്നും അതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഓൺ ഫണ്ടിൽ നിന്നോ തനത് ഫണ്ടിൽ നിന്നോ 3 ലക്ഷം രൂപ വരെ വിനിയോഗിക്കാൻ അനുമതി നൽകിയതായി ധനവകുപ്പ് മന്ത്രി ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞു. കുട്ടനാട്ടിലെ പ്രളയബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ അവരുടെ ഓൺ ഫണ്ട്, പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് വെള്ളമിറങ്ങുന്ന പ്രദേശങ്ങൾ ക്ലീൻ ചെയ്യുന്നതിന് ഊർജിതമായ പരിപാടി നടപ്പാക്കണം. അതിനിപ്പോൾ 3 ലക്ഷം രൂപ വരെ മുൻകൂട്ടി അനുവാദമില്ലാതെ വിനിയോഗിക്കാനായിട്ട് ഓൺ ഫണ്ടിൽ നിന്നോ പ്ലാൻ ഫണ്ടിൽ നിന്നോ അനുവാദമുണ്ട്. ഏതെങ്കിലും പഞ്ചായത്തിൽ കൂടുതൽ വേണമെങ്കിൽ അത് പ്രത്യേകമായിട്ട് അനുവാദം അവർക്ക് നൽകും. ബണ്ടുകൾ പൊളിഞ്ഞുപോയത് പുനഃസ്ഥാപിക്കുക എന്നതാണ് കുട്ടനാട്ടിൽ അടിയന്തര സാഹചര്യത്തിൽ ചെയ്യാനുള്ളത്. അതിനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുന്നുണ്ട്. പാടശേഖര സമിതിക്ക് ആ ചുമതല നൽകും. മട വീണ് കൃഷി നശിച്ചവർക്ക് ഇൻഷുറൻസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സാമ്പത്തിക സഹായം ഉറപ്പാക്കും. കുട്ടനാട് നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി കുടിവെള്ളത്തിന്റെ കുറവാണ്. ഇത് പരിഹരിക്കുന്നതിനായി 241 കോടി രൂപയുടെ കുട്ടനാട് കുടിവെള്ള പദ്ധതി നടപ്പിലാക്കുമെന്നും മന്ത്രി സൂചിപ്പിച്ചു. പദ്ധതിക്ക് വാട്ടർ അതോറിറ്റി അനുമതി നൽകിയതായും അദ്ദേഹം പറഞ്ഞു. കുട്ടനാടിന്റെ നാശനഷ്ടം വിലയിരുത്തുന്നതിന് വകുപ്പ് മന്ത്രിമാരുടെ യോഗം ഇന്ന് വിളിക്കുമെന്നും മന്ത്രി സൂചിപ്പിച്ചു. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. ദേശീയ സീനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പിന്റെ കണക്ക് അവതരിപ്പിക്കാൻ ചേർന്ന യോഗത്തിൽ ബഹളം. കണക്ക് സുതാര്യമല്ലെന്നാരോപിച്ച് ഒരു വിഭാഗം രംഗത്തെത്തി. ഈ വർഷം ആദ്യം നടന്ന ദേശീയ സീനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പിന്റെ സംഘാടക സമിതി പിരിച്ചുവിടാനും വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിക്കാനുമാണ് കോഴിക്കോട്ട് യോഗം ചേർന്നത്. 9 ലക്ഷം രൂപയോളം ബാധ്യത കാണിക്കുന്ന കണക്ക് അവതരിപ്പിച്ചപ്പോൾ തന്നെ ബഹളം ആരംഭിച്ചു. കണക്കിൽ സുതാര്യതയില്ലെന്നും വരവ് ചെലവ് കണക്കുകൾ രേഖയായി അംഗങ്ങൾക്ക് നൽകിയില്ലെന്നുമായിരുന്നു ഒരു വിഭാഗത്തിന്റെ പരാതി. പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും ദേശീയ വോളിബോൾ സംഘാടക സമിതി കൺവീനറും വോളിബോൾ ഫെഡറേഷൻ ഭാരവാഹിയുമായ നാലകത്ത് ബഷീറിനെതിരെയായിരുന്നു ആരോപണം. എന്നാൽ വരവ് ചെലവ് കണക്കുകളിൽ യാതൊരു കൃത്രിമവുമില്ലെന്ന് വോളിബോൾ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി സി സത്യൻ വിശദീകരിച്ചു. കണക്കിൽ എന്തെങ്കിലും കൃത്രിമുണ്ടെങ്കിലേ നമ്മൾ പേടിക്കേണ്ടുള്ളൂ. അപ്പോൾ ഈ കണക്കിന് ഇനി ആരും ഓഡിറ്റ് ചെയ്താലും ഒരു പ്രശ്നവും ഇതിനകത്തുണ്ടായില്ല. കണക്കുകൾ പരിശോധിക്കാനായി എം മെഹബൂബ് കൺവീനറായി പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ചു. നല്ല രീതിയിലുള്ള എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ ആ നടത്തിയവരെ പിടികൂടി ശക്തമായ നടപടി സ്വീകരിച്ചു. ഇതേ തുടർന്നാണ് ബഹളം അവസാനിച്ചത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. 8 ദിവസമായി ലോറി ഉടമകൾ നടത്തി വന്നിരുന്ന സമരം പിൻവലിച്ചു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലുമായി ലോറി ഉടമകൾ നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം പിൻവലിച്ചത്. ലോറി ഉടമകളുടെ ആവശ്യങ്ങൾ പരിഗണിക്കാമെന്ന് കേന്ദ്ര സർക്കാർ ഉറപ്പു നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് സമരം പിൻവലിക്കുന്നതെന്ന് ലോറി ഉടമകൾ അറിയിച്ചു. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രത്യേക സമിതി രൂപീകരിക്കാമെന്ന് കേന്ദ്ര സർക്കാർ ഉറപ്പു നൽകിയിട്ടുണ്ട്. ഡീസൽ വില, ഇൻഷുറൻസ് പ്രീമിയം, രാജ്യമൊട്ടാകെയുള്ള ടോൾ നിരക്ക് എന്നീ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിയായിരുന്നു ലോറി ഉടമകളും തൊഴിലാളികളും സമരം നടത്തിയിരുന്നത്. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം പിൻവലിക്കാൻ ലോറി ഉടമകൾ തീരുമാനിച്ചത്. ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിക്കും വരെ സമരം തുടരാനായിരുന്നു ലോറി ഉടമകളുടെ തീരുമാനം. ഇതിന്റെ അടിസ്ഥാനത്തിൽ ലോറി ഉടമകളുടെ ആവശ്യങ്ങൾ പരിഗണിക്കാമെന്ന് കേന്ദ്ര സർക്കാർ ഉറപ്പു നൽകുകയായിരുന്നു. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രത്യേക സമിതി രൂപീകരിക്കാമെന്നും കേന്ദ്രം ഉറപ്പു നൽകിയിട്ടുണ്ട്. രാജ്യത്ത് 80 ലക്ഷത്തോളം ചരക്കു ലോറികൾ സമരത്തിൽ പങ്കെടുത്തിരുന്നു. സമരം നീണ്ടാൽ അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റം കേന്ദ്ര സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുമെന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ചർച്ച നടത്താൻ കേന്ദ്രം തീരുമാനിച്ചത്. രാജ്യവ്യാപകമായി നടക്കുന്ന അനിശ്ചിതകാല ലോറി സമരം കേരളത്തിനെയും ബാധിച്ചു. ഇതിൽ 90,000 ചരക്കു ലോറികളാണ് സംസ്ഥാനത്ത് സമരത്തിൽ പങ്കെടുത്തിരുന്നത്. കേരളത്തിൽ നിന്ന് പുറത്തേക്കുള്ള ചരക്കു നീക്കം പൂർണ്ണമായി സ്തംഭിച്ചിരുന്നു. അരിയും പച്ചക്കറിയും അടക്കമുള്ള അവശ്യ സാധനങ്ങൾ കേരളത്തിലേക്ക് വരുന്നത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ്. പക്ഷേ കൃത്യമായ സ്റ്റോക്കുകളുടെ അടിസ്ഥാനത്തിൽ കേരളത്തെ സമരം വലിയ തോതിൽ ബാധിച്ചിരുന്നില്ല. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഇടുക്കി ജില്ലയിലെ ഉടുമ്പന്നൂർ പഞ്ചായത്തിൽ ലൈഫ് പാർപ്പിട പദ്ധതി അട്ടിമറിക്കാൻ നീക്കം. ഉപഭോക്താക്കൾക്കുള്ള ആദ്യ ഗഡു ജൂലൈ 31-നകം നൽകണമെന്നിരിക്കെ പഞ്ചായത്ത് ഭരണസമിതി ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഇതേ തുടർന്ന് LDF പ്രവർത്തകർ പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചു. CPM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ M ലതീഷ്, PJ ഉലഹനാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഭരണസമിതി നിലപാട് തുടർന്നാൽ സമരം ശക്തമാക്കുമെന്ന് LDF പ്രവർത്തകർ വ്യക്തമാക്കി.
തമിഴ്നാട് മുൻ മുഖ്യമന്ത്രിയും DMK അധ്യക്ഷനുമായ M. കരുണാനിധി അതീവ ഗുരുതരാവസ്ഥയിൽ. കരുണാനിധിയെ ചെന്നൈയിലെ കാവേരി ആശുപത്രിയിലേക്ക് മാറ്റി. രക്തസമ്മർദ്ദം കുറഞ്ഞതിനെ തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രത്യേക മെഡിക്കൽ സംഘത്തിന്റെ മേൽനോട്ടത്തിലാണ് പരിശോധന. അതേസമയം അപകടനില തരണം ചെയ്തെന്നും ആരോഗ്യസ്ഥിതിയിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്നും അണികൾ സംയമനം പാലിക്കണമെന്നും മുൻ കേന്ദ്രമന്ത്രിയും DMK പ്രതിനിധിയുമായ A. രാജ അറിയിച്ചു. മക്കളായ സ്റ്റാലിൻ, അഴഗിരി, കനിമൊഴി എന്നിവരും അദ്ദേഹത്തിനൊപ്പം ആശുപത്രിയിലുണ്ട്. മലയാളത്തിൽ സിനിമകളുടെ ബാഹുല്യമുണ്ടെങ്കിലും സിനിമകൾ പ്രേക്ഷകരിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണെന്ന് സംവിധായകൻ ബാലചന്ദ്ര മേനോൻ. തന്റെ പുതിയ ചിത്രമായ എന്നാലും ശരത്തിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ബാലചന്ദ്ര മേനോൻ. നല്ല സിനിമയ്ക്ക് തിയേറ്റർ പ്രദർശനത്തിനുള്ള സാഹചര്യം ഉണ്ടാകണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. 3 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സംവിധാനം ചെയ്ത ക്യാമ്പസ് ചിത്രം എന്നാലും ശരത്തുമായാണ് ബാലചന്ദ്ര മേനോൻ ഇത്തവണ പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്നത്. മലയാളത്തിൽ സിനിമകളുടെ ബാഹുല്യമുണ്ടെങ്കിലും സിനിമകൾ പ്രേക്ഷകരിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണെന്ന് ബാലചന്ദ്ര മേനോൻ പറയുന്നു. പുതിയ സംവിധായകരുടെയും പുതുമുഖങ്ങളുടെയും നിരവധി ചിത്രങ്ങളാണ് വർഷം തോറും പ്രദർശനത്തിനെത്തുന്നത്. ഇത്രയധികം സിനിമകൾ ഇറങ്ങുന്നതിനാൽ മികച്ച ചിത്രങ്ങൾക്ക് പോലും തിയേറ്ററുകൾ കിട്ടുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പ്രേക്ഷകരിൽ നിന്ന് ദൗർഭാഗ്യവശാൽ അകന്നുകൊണ്ടിരിക്കുന്ന ഒരു ദുരവസ്ഥ ഇന്നുണ്ട്. പല കാരണങ്ങളാണ്. പുറത്തു നിൽക്കുന്ന പടങ്ങൾക്ക് തിയേറ്ററിൽ കളിക്കാനും അവർക്ക് അവർ മുടക്കിയ തുക തിരിച്ചു കിട്ടാനുമുള്ള ഒരു അന്തരീക്ഷം കൂടെ സൃഷ്ടിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആക്ച്വലി വി ആർ പ്ലേയിങ് വിത്ത് ഫയർ. അതുകൊണ്ട് നല്ല സിനിമകൾക്ക് തിയേറ്റർ പ്രദർശനത്തിനുള്ള സാഹചര്യം ഉണ്ടാകണം. എന്നാലും ശരത്തിലെ നായകൻ ചാർലി ജോയ്, നായികമാരായ നിത്യ, നിധി എന്നിവരും സിനിമയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ പങ്കുവച്ചു. നല്ലൊരു പാവം കുട്ടി ക്യാരക്ടറാണ്. പിന്നെ സാറിന് ഒരുപാട് പഠിക്കാൻ കിട്ടി. It was a good experience. I think എനിക്ക് ഈ സിനിമയിൽ ഒരു വെരി അമേസിംഗ് ഓപ്പർച്യൂണിറ്റി കിട്ടി വർക്കിംഗ് വിത്ത് ദ ലെജൻഡ് മിസ്റ്റർ ബാലചന്ദ്ര മേനോൻ സർ. എല്ലാവരുടെയും പ്രതീക്ഷയാണ് ഒരു സിനിമ ഒരു ചെറിയ സീനെങ്കിലും ചെയ്യാൻ സാധിച്ചിട്ടുള്ള എല്ലാവർക്കും ഇത് കാണണം. അത് മേനോൻ സാറിന്റെ പടത്തിൽ ഒരു തല കാണിക്കാൻ ആഗ്രഹിച്ച് നടക്കുന്നത് തന്നെ ഒരുപാട് പേരുണ്ട്. കേരളത്തിലാദ്യമായി SL സിനിമാസ് ഏരീസ് പ്ലസിൽ റെഡ് കാർപ്പറ്റിൽ എന്നാലും ശരത്തിന്റെ ആദ്യ പ്രദർശനം നടന്നു. അമ്മ സംഘടനയെക്കുറിച്ചുള്ള ചോദ്യങ്ങളോട് ഞാനൊരു സംഘടനാ ജീവിയല്ല, സാമൂഹ്യ ജീവിയാണ് എന്ന മറുപടിയാണ് ബാലചന്ദ്ര മേനോൻ നൽകിയത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മഴക്കാലം മറയാക്കി ഹൈറേഞ്ചിൽ നായാട്ട് സംഘങ്ങൾ സജീവമാകുന്നു. വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 15 കിലോ മ്ലാവിറച്ചി വനം വകുപ്പ് പിടികൂടി. അതേസമയം നായാട്ട് തടയുന്നതിന് പ്രത്യേക സംവിധാനം ഒരുക്കുമെന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. മഴ ശക്തമായതോടെ മതികെട്ടാൻ ദേശീയോദ്യാനം അടക്കമുള്ള കാടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നായാട്ടു സംഘങ്ങൾ സജീവമായിരിക്കുന്നത്. കാട്ടുപോത്തും മ്ലാവും കാട്ടുപന്നിയും അടക്കമുള്ള മൃഗങ്ങളെ കുടുക്കുവെച്ചും വെടിവെച്ച് വീഴ്ത്തിയും പിടികൂടി ഇറച്ചി ഉണക്കിയാണ് നാട്ടിലെത്തിച്ച് വിൽപ്പന നടത്തുന്നത്. ശക്തമായ മഴയായതിനാൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കാടുകളിലേക്ക് എത്തിപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലെത്തിയതോടെയാണ് നായാട്ടു സംഘങ്ങൾ കാടുകളിൽ തമ്പടിച്ചിരിക്കുന്നത്. കാട്ടിൽ നിന്നും വേട്ടയാടുന്ന മൃഗങ്ങളുടെ ഇറച്ചിയെടുത്ത് ചാക്കിൽ കെട്ടി വനാതിർത്തിയോട് ചേർന്നുള്ള ഏലം സ്റ്റോറുകളിൽ എത്തിച്ച് ഉണക്കുകയാണ് ചെയ്യുക. നിലവിൽ ഏലയ്ക്ക സ്റ്റോറുകളിൽ ഉണങ്ങാനെത്താത്തതിനാൽ ഇറച്ചി ഇവിടെ എത്തിച്ച് ഉണക്കുന്നതിനും തടസ്സമില്ല. വെയിലുള്ള സമയത്ത് 4-5 ദിവസമെടുത്താണ് കാട്ടിലെ പാറപ്പുറങ്ങളിൽ നിരത്തിവെച്ച് ഇറച്ചി ഉണക്കിയിരുന്നത്. ഇവ ആദിവാസി കുട്ടികൾ അടക്കമുള്ള പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ഒളിപ്പിച്ചതിനുശേഷം ഇടനിലക്കാർ വഴി ആവശ്യക്കാർക്ക് എത്തിച്ചു നൽകുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ വിൽപ്പനയ്ക്ക് വേണ്ടി സ്റ്റോറിൽ ഉണക്കാനിട്ടിരുന്ന 15 കിലോഗ്രാമോളം മ്ലാവിറച്ചി കഴിഞ്ഞ ദിവസം പിടികൂടിയിരുന്നു. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ശാന്തമ്പാറ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരാണ് മതികെട്ടാൻ ചോലയ്ക്ക് സമീപത്തെ ഏലം സ്റ്റോറിൽ നിന്നും ഇറച്ചി പിടികൂടിയത്. കോട്ടയം സ്വദേശിയായ വിൻസെന്റ് എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള കമ്പനിക്കാട് തോട്ടത്തിലെ സ്റ്റോറിനുള്ളിൽ ഉണക്കുന്നതിനിടെയാണ് വനപാലക സംഘം ഇറച്ചി പിടികൂടിയത്. നായാട്ടു സംഘങ്ങൾക്ക് തടയിടുന്നതിന് വനംവകുപ്പ് പ്രത്യേക പദ്ധതി തയ്യാറാക്കുന്നുണ്ടെന്നും ഫോറസ്റ്റർ AV വിനോദ് പറഞ്ഞു. ഈ മതികെട്ടാൻ ഷോലയോട് ചേർന്ന് കമ്പനിക്കാട് എന്ന് പറഞ്ഞ പ്രദേശമുണ്ട്. അവിടെ വിൽസെന്റ് എന്നയാളുടെ കൈവശ ഏലത്തോട്ടത്തിൽ ഒരു നായാട്ട് നടന്നതായിട്ട് ഞങ്ങളുടെ റേഞ്ച് ഓഫീസർ ബഹുമാനപ്പെട്ട നിബു സാറിന് വിവരം കിട്ടി. ഞങ്ങളവിടെ എത്തിയപ്പം സ്റ്റോർ പരിശോധിച്ചാൽ ഉണങ്ങി ഇട്ടിരുന്ന ഇറച്ചി ഏകദേശം ഒരു 15 കിലോയോളം കണ്ടെത്തി. പിന്നെ ഈ മ്ലാവിൻ്റെ തോല്, കാലുകൾ, ജടാവശിഷ്ടങ്ങൾ എന്നിവ ഈ തൊട്ടടുത്തുള്ള ഏലത്തോട്ടത്തിൽ കിട്ടിയിട്ടുണ്ട്. മതികെട്ടാൻ ശോലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ തോട്ടങ്ങളും പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ കുടുക്കുകളോ മറ്റു കണ്ട് അവരെടുത്ത് കളയാറുണ്ട്. ഇത് ഈ ഉള്ളിലായതുകൊണ്ടും ഈ മഴക്കാലം പ്രതികൂല കാലാവസ്ഥ എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് കടത്താൻ താമസിച്ചത്.
കർശനമായ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാടിനെക്കുറിച്ച് വ്യക്തമായി അറിയാവുന്ന ആദിവാസി യുവാക്കളെ ഉപയോഗപ്പെടുത്തിയാണ് നായാട്ടു സംഘങ്ങൾ മൃഗങ്ങളെ വേട്ടയാടുന്നതും പിന്നീട് ഉണക്കിയ ഇറച്ചി സൂക്ഷിക്കുന്നതും. ഇത്തരം സംഘങ്ങളെക്കുറിച്ചും വനം വകുപ്പിന് വ്യക്തമായ സൂചന ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടുതന്നെ പ്രതികളെ ഉടൻ പിടികൂടുമെന്നും വനപാലകർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. തിരുവനന്തപുരത്ത് നിയന്ത്രണം വിട്ട സ്കൂൾ ബസ് കടയിലേക്ക് പാഞ്ഞു കയറി ഒരാൾ മരിച്ചു. നിരവധി കുട്ടികൾക്ക് പരിക്കേറ്റു. നാലാഞ്ചിറ സെന്റ് ജോൺ സ്കൂളിലെ കുട്ടികൾ സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ പരിക്കേറ്റ വഴിയാത്രക്കാരനായ സുകുമാരൻ നായരാണ് മരിച്ചത്. വൈകിട്ട് 5:15 കേരളാദിത്യപുരം ജംഗ്ഷനിൽ വെച്ചാണ് സ്കൂൾ ബസ് അപകടത്തിൽപ്പെട്ടത്. നാലാഞ്ചിറ സെന്റ് ജോൺസ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളെ കൊണ്ടുപോകുന്ന സർവോദയ വിദ്യാലയത്തിന്റെ 17-ാം നമ്പർ ബസ് ബ്രേക്ക് തകരാറായതിനെ തുടർന്ന് നിയന്ത്രണം വിടുകയായിരുന്നു. സ്കൂട്ടർ യാത്രക്കാരായ സുകുമാരൻ നായരെയും മകൾ രേവതിയെയും ഇടിച്ചു തെറിപ്പിച്ച ശേഷം ജംഗ്ഷനിലെ കടയിലേക്ക് ഇടിച്ചു കയറി. ഇടിയുടെ ആഘാതത്തിൽ കട തകർന്നു. കടയ്ക്ക് മുന്നിൽ നിന്നിരുന്ന തോമസ്, കടയുടമ ഋഷികേഷ് നായർ എന്നിവർക്ക് പരിക്കേറ്റു. +2 ഹൈസ്കൂൾ വിദ്യാർത്ഥികളാണ് ബസ്സിലുണ്ടായിരുന്നത്. 16 വിദ്യാർത്ഥികളെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് അത്യാഹിതത്തിൽ പ്രവേശിപ്പിച്ചിരുന്ന സുകുമാരൻ നായർ രാത്രി 8:30 മരണപ്പെടുകയായിരുന്നു. സംഭവത്തിൽ മോട്ടോർ വാഹന വകുപ്പ് അന്വേഷണം നടത്തുമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പീപ്പിളിനോട് പറഞ്ഞു. കുട്ടികളോട് സംസാരിച്ചപ്പോഴത്തേക്ക് സാധാരണ വരുന്ന ഒരു വേഗതയിൽ തന്നെയാണ് വന്നതെന്ന് പറയുന്നുണ്ട്. പക്ഷേ ആ ഇറക്കമിറങ്ങി വരുന്നതായിട്ടുള്ള ആ മണ്ണന്തലയിൽ നിന്ന് കേരളാദിത്യപുരത്തിലേക്ക് ഒരു ചെറിയ ഇറക്കമുണ്ടായി. ഇറക്ക സ്ഥലത്ത് വെച്ച് ബ്രേക്ക് നഷ്ടപ്പെട്ടതായിട്ടാണ് കുഞ്ഞുങ്ങൾ പറയുന്നത്. ഇനി അത് കൃത്യമായിട്ട് പരിപാലിക്കാതെ അങ്ങനെ വന്നിട്ടുള്ളതാണോ എന്നൊക്കെയുള്ളത് വെഹിക്കിൾ ഉദ്യോഗസ്ഥരോട് അന്വേഷിക്കാൻ വേണ്ടി പറയാം. ബ്രേക്ക് എന്തുകൊണ്ടില്ല, അല്ലെങ്കിൽ വാഹനത്തിൻ്റെ ഒരു അവസ്ഥ എന്താണെന്നുള്ളതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വാഹന വകുപ്പിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സംഭവം അറിഞ്ഞ സ്ഥലം MLA കൂടിയായ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, മേയർ VK പ്രശാന്ത് എന്നിവർ മെഡിക്കൽ കോളേജിലെത്തി. അപകടത്തിനിടയായ സാഹചര്യം ട്രാഫിക് നോർത്ത് അസിസ്റ്റന്റ് കമ്മീഷണർ S. അനിൽകുമാർ അന്വേഷിക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.